ഇത് ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് റഹ്മത്തിന്റെ നബി. അവിടുന്ന് റഹ്മത്തിന്റെ നബിയാണ്. ജമീഉൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ അമ്പിയാക്കളും മുഴുവൻ അമ്പിയാക്കളും ഖുലിഖൂ മിർ റഹ്മ, അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് റഹ്മത്ത് കൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന്റെ നബിയാണ്. അവിടുന്ന് റഹ്മത്ത് കൊണ്ട് മുദ്രണം ചെയ്യപ്പെട്ട ആളാണ്. മറ്റ് നബിമാരൊക്കെ റഹ്മത്ത് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ഐനു റഹ്മത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ റഹ്മത്തിന്റെ തന്നെ സത്തയാണ്. മറ്റ് നബിമാരും മുർസലീങ്ങളൊക്കെ റഹ്മത്ത് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ആ റഹ്മത്തിന്റെ ഒക്കെ സത്ത, അതിന്റെ ഒക്കെ ആകത്തുകയാണ് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അമിൻഹാ ഇറാദത്തുല്ലാഹി തആല. അതുപോലെ തന്നെ അതിൽപ്പെട്ടതാണ്, അതിന്റെ കാരണങ്ങൾ പെട്ടതാണ് അല്ലാഹു തആലയുടെ ഉദ്ദേശം. അല്ലാ യുതാല മഖസു ഉമ്മത്തി തഹ്ത തുറാബ്. അതായത് എന്തുകൊണ്ടാണ് റസൂലുള്ളാഹികൾ അവസാനം വന്നത് എന്ന് ഒരു കാരണമുണ്ട്. ആ അവസാനം വന്നതിന്റെ കാരണത്തിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ അധിക കാലം മണ്ണിന്റെ അടിയിൽ വെക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന കാരണമുണ്ട്. റസൂലുള്ളാഹി ആദ്യമാണ് വന്നതെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റസൂലുള്ളാഹി ആദ്യ കാലത്താണ് വന്നതെങ്കിൽ റസൂലുള്ളാഹി ഉമ്മത്ത് എത്രയോ കാലം മണ്ണിന്റെ അടിയിൽ കിടക്കണം. അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അപ്പോൾ റസൂലുള്ളാഹി അവസാനം വരുത്തി. അതുകൊണ്ട് എന്തായി, റസൂലുള്ളാഹിയുടെ ഉമ്മത്ത് കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ മണ്ണിന്റെ അടിയിൽ. അതുപോലെ തന്നെയാണ് അഹ്മദ് തിജാനി തങ്ങളുടെ വിഷയം. അഹ്മദ് തിജാനി തങ്ങൾ ഔലിയാക്കന്മാരെ നേതാവാണ്. പക്ഷെ എന്തുകൊണ്ട് അവസാനം കൊണ്ടുവന്നു? കാരണം അഹ്മദ് തിജാനി തങ്ങൾ അനുചരന്മാരെയും സഹാബാക്കളെയും അധിക കാലമൊന്നും അള്ളാഹു ഭൂമിക്കടിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ബ്രാന്യാസങ്ങളെയും ഒക്കെ ശേഖന്മാരെ ആൾക്കാർ എന്തുകൊണ്ട് അവസാനത്തേക്ക് അവർ കൊണ്ടുവന്നു പറഞ്ഞാൽ അവരെ കൂട്ടത്തിലുള്ള ആൾക്കാരെ അധിക നാൾ അള്ളാഹു ഭൂമിന്റെ അടിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ടാണ്. ഇക്രാമല്ലഹ ബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരോടുള്ള ബഹുമാനം കൊണ്ട്. ആ എന്ത് കാരണത്തിലുള്ള ബഹുമാനം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുള്ള ബഹുമാനം. റസൂലുള്ളാഹി തങ്ങളെ സബബ് കൊണ്ട് ഉള്ള അവരോടുള്ള ബഹുമാനം കൊണ്ട്. അമിൻഹ റസൂലുള്ളാഹി എന്തുകൊണ്ടാണ് ആദ്യമായത്, അവസാനക്കാരനായത്, മുദ്രയായത്, അമ്പിയാക്കന്മാരുടെ മുദ്രയായിട്ട് പോലെ അവിടെ എന്തുകൊണ്ടാണ് അവസാനക്കാരനായത് എന്ന് ചോദിച്ചാൽ അമിൻഹ അല്ലാ തുൻസഹു ശരീഅത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ അള്ളാഹു റദ്ദ് ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ആദ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെടുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പിന്നീട് വരുന്ന നബി റദ്ദ് ചെയ്യും. കാരണം ശരീഅത്ത് എപ്പോഴും കാലാനുസൃതമായി മാറ്റങ്ങൾ വരുമല്ലോ. അപ്പോൾ ആദ്യകാലത്ത് ആദം നബിന്റെ ശരീഅത്തല്ലല്ലോ ശീസ് നബി അലൈഹി സ്വലാമിന്, നൂഹ് നബി അലൈഹി സ്വലാമിനൊന്നും ആദം നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്തല്ലല്ലോ. മാറി വന്ന് റസൂലുള്ളാഹി വരെ മാറിയല്ലോ. അപ്പോൾ മുമ്പുള്ള നബിമാരുടെ ശരീഅത്തിനെ ശേഷമുള്ള നബിമാരുടെ ശരീഅത്ത് റദ്ദ് ചെയ്യും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം